നമസ്കാരം, ടൈം മീഡിയയിലേക്ക് സ്വാഗതം. നാം എല്ലാവരും ധാരാളം യാത്രകൾ നടത്തുന്നവരാണ്. പലപ്പോഴും ദേശീയപാതകളിലൂടെയൊക്കെ സ്ഥിരമായി യാത്ര ചെയ്യുന്നവരാണ് നമ്മിൽ പലരും. അങ്ങനെ ദേശീയപാതയിലൂടെ സഞ്ചരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, എപ്പോഴുമല്ല വല്ലപ്പോഴുമെങ്കിലും സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു സ്വന്തം വാഹനമുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഈ വാർത്ത തീർച്ചയായും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ വരുന്ന നവംബർ 15 മുതൽ നമ്മളുടെ ടോൾ പിരിവുകളിൽ പുതിയതും നിർണായകവുമായ ചില മാറ്റങ്ങൾ വരികയാണ്. നിങ്ങളുടെ പോക്കറ്റ് കാലിയാകാതിരിക്കാൻ ഈ വാഹനങ്ങളിലെ ഫാസ്ടാഗ് നിർബന്ധമായും നിങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. പണമായി ടോൾ അടച്ചാൽ എന്ത് സംഭവിക്കും? ഫാസ്ടാഗ് ഇല്ലാത്തവർക്ക് എന്താണ് പുതിയ നിയമം? എല്ലാം ഈ വീഡിയോയിൽ നമുക്ക് വിശദമായി ഒന്ന് പരിശോധിക്കാം. ദേശീയപാതകളിലെ യാത്രകൾ കൂടുതൽ സുഗമവും ഡിജിറ്റലും ആക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര ഉപരിതല ഗതാഗത ഹൈവേ മന്ത്രാലയം പുതിയ ചില മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ വരുന്ന നവംബർ 15 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഈ നിയമങ്ങൾ പ്രധാനമായും ഫാസ്ടാഗ് ഇല്ലാത്ത വാഹനങ്ങൾക്കാണ് ബാധകമാകുന്നത്. നിലവിലെ രീതിയിൽ ഫാസ്ടാഗ് ഇല്ലാത്തവർ പണം അവിടെ കൗണ്ടറിൽ നൽകുകയാണെങ്കിൽ സാധാരണ ടോൾ നിരക്കിന്റെ ഇരട്ടി തുക ഇനി മുതൽ അടയ്ക്കേണ്ടി വരും. ഡിജിറ്റൽ പേയ്മെന്റുകൾ പ്രോത്സാഹിപ്പിക്കുക, ടോൾ ബൂത്തുകളിലെ കാത്തിരിപ്പ് സമയം കുറയ്ക്കുക, യാത്ര കൂടുതൽ സുതാര്യവും സുഗമവുമാക്കുക എന്നിവയാണ് ഈ ഭേദഗതിയുടെ പ്രധാനമായ ലക്ഷ്യങ്ങൾ. ഇനി ഫാസ്ടാഗ് ഇല്ലാത്തവർ എന്തു ചെയ്യും എന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത്. ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇപ്പോൾ പുറത്തിറങ്ങുന്ന പുതിയ നിയമപ്രകാരം ഫാസ്ടാഗ് ഇല്ലാത്തവർ ടോൾ ബൂത്തിൽ പണം അടയ്ക്കുകയാണെങ്കിൽ മുൻപത്തെ പോലെ തന്നെ ഇരട്ടി നിരക്ക് നൽകേണ്ടി വരും. എന്നാൽ ഒരു സന്തോഷ വാർത്തയുണ്ട്. UPI പോലുള്ള അംഗീകൃത ഡിജിറ്റൽ പേയ്മെന്റുകൾ വഴി ഉപയോഗിക്കുകയാണെങ്കിൽ സാധാരണ ടോൾ നിരക്കിന്റെ 1.25 ഇരട്ടി തുക മാത്രം നിങ്ങൾ അടച്ചാൽ മതി. അതിന് ഒരു ഉദാഹരണം പറയാം. ഒരു വാഹനത്തിന് ഫാസ്ടാഗ് വഴി 100 രൂപയാണ് ടോൾ ഫീ എങ്കിൽ ഡിജിറ്റൽ പേയ്മെന്റ് UPI വഴി നിങ്ങൾ ഒരു 125 രൂപ മാത്രം അടച്ചാൽ മതി. അതല്ല, നിങ്ങൾ നിങ്ങളുടെ പേഴ്സിൽ നിന്നും പണമെടുത്ത് അപ്പോൾ ലൈവായി തന്നെ നൽകുകയാണെങ്കിൽ ഇതിന് പകരമായി 200 രൂപ തികച്ചും അടയ്ക്കേണ്ടി വരും. ഈ പുതിയ സംവിധാനത്തിലൂടെ ഹൈവേ യാത്രകളിലെ തടസ്സങ്ങൾ കുറച്ച് മെച്ചപ്പെട്ട അനുഭവം നൽകാനാണ് മന്ത്രാലയം ശ്രമിക്കുന്നത്. ഫാസ്ടാഗ് എല്ലാവർക്കും നിർബന്ധമാണോ എന്നതാണ് അടുത്ത ചോദ്യം. അതെ, 2021 ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വന്ന സെൻട്രൽ മോട്ടോർ വെഹിക്കിൾസ് റൂൾസ് പ്രകാരം 1981 റൂളാണ്. ദേശീയപാത ടോൾ പ്ലാസകൾ ഉപയോഗിക്കുന്ന എല്ലാ ക്ലാസ് MN വാഹനങ്ങൾക്കും ഫാസ്ടാഗ് നിർബന്ധമാണ്. ഈ MN വാഹനങ്ങൾ എന്ന് പറയുമ്പോൾ ഇതിൽ 4 ചക്ര വാഹനങ്ങൾ, പാസഞ്ചർ വാഹനങ്ങൾ, ചരക്കു വാഹനങ്ങൾ എന്നിവയിലെല്ലാം ഉൾപ്പെടുന്നതാണ് ഈ വാഹനങ്ങൾ. അതിനാൽ ഫാസ്ടാഗ് ഇല്ലാതെ യാത്ര ചെയ്യുന്നത് നിങ്ങളുടെ സമയവും പണവും നഷ്ടപ്പെടുത്തും. സാങ്കേതിക പ്രശ്നങ്ങളോ ബാലൻസ് കുറവോ ഉള്ളവർക്കും ഡിജിറ്റൽ പേയ്മെന്റ് ഓപ്ഷനുകളിലൂടെ ഈ ഭേദഗതി പ്രയോജനപ്പെടുത്താം. ഇതിനു പുറമെ മറ്റൊരു നല്ല പദ്ധതി കൂടിയുണ്ട് കേട്ടോ. ഈ വർഷം ഓഗസ്റ്റ് 15 മന്ത്രാലയം അവതരിപ്പിച്ച ഫാസ്ടാഗ് ആനുവൽ പാസ് പദ്ധതി. ഇത് സ്ഥിരം യാത്രക്കാർക്ക് വലിയൊരു ആശ്വാസമാണ്. സ്ഥിരമായി ആ വഴിയിലൂടെ യാത്ര ചെയ്യുന്നവർ തീർച്ചയായും ഈ പദ്ധതിയിലെ ഗുണഭോക്താക്കളാകുന്നത് നല്ലതായിരിക്കും. സ്വകാര്യ വാഹന ഉടമകൾക്ക് 1 വർഷത്തേക്കോ അല്ലെങ്കിൽ 200 ടോൾ ക്രോസിങ്ങുകൾക്കോ, ഇവയിൽ ഏതാണ് ആദ്യം വരുന്നത് അത് കണക്കാക്കി 3000 രൂപ നൽകി ദേശീയപാതകളിലും എക്സ്പ്രസ് വേകളിലും നിയന്ത്രണമില്ലാതെ യാത്ര ചെയ്യാനുള്ള സൗകര്യമാണ് ഈ പാസ് നൽകുന്നത്. അത് ശ്രദ്ധിക്കേണ്ടത് 1 വർഷത്തേക്കോ അല്ലെങ്കിൽ 200 തവണ യാത്ര ചെയ്യാനോ 200 തവണ ക്രോസ് ചെയ്യാനോ മാത്രമാണ് ഈ 3000 രൂപയ്ക്ക് നമുക്ക് സൗകര്യമുള്ളത്. പുതിയ നിയമങ്ങളും ഫാസ്ടാഗ് ആനുവൽ പാസ് സംവിധാനവും ദേശീയപാതകളെ പൂർണ്ണമായും ഡിജിറ്റൽ യുഗത്തിലേക്ക് കൊണ്ടുപോകുമെന്നും യാത്ര കൂടുതൽ വേഗതയോടെയും ചെലവ് കുറഞ്ഞ രീതിയിലും സുഗമമാക്കുമെന്നും മന്ത്രാലയം വ്യക്തമായ ഉറപ്പ് നൽകുന്നുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ നവംബർ 15 മുതൽ ദേശീയപാതകളിലൂടെയുള്ള യാത്രകൾക്ക് ഫാസ്ടാഗ് അനിവാര്യമാണ്. നിങ്ങളുടെ സമയം ലാഭിക്കുവാനും അധിക ടോൾ ചാർജുകൾ ഒഴിവാക്കാനും ഫാസ്ടാഗ് എത്രയും പെട്ടെന്ന് നിങ്ങൾ സ്വന്തമാക്കണം. ഫാസ്ടാഗ് ഉള്ളവർ അതിന്റെ ബാലൻസ് എപ്പോഴും ഉണ്ടോ എന്ന കാര്യം അന്വേഷിച്ച് ഉറപ്പുവരുത്തണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക. ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു പ്രധാനപ്പെട്ട വീഡിയോയുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.